ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് അക്കുവിനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണേ. നമ്മളിവിടെ തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നൊരു ചേർപ്പിലാണ് കേട്ടോ, അവിടേക്കാണ് കൊണ്ടുപോയത്. അപ്പം എന്താ പറയുക, രാവിലെ കുളിച്ച് റെഡി ചെയ്ത മുണ്ടൊക്കെ ഉടുത്ത ആൾ പോവുകയാണ്. പോയി കഴിഞ്ഞ് ഇവിടെ കുറച്ച് നേരം ആടെ സ്ഥിരം കലാപരിപാടികളൊക്കെ അമ്പലത്തിൽ ഓടിച്ചാടി നാട്ടത്തം ഒക്കെ ഉണ്ടായിരുന്നു. അത്രയും നേരം നല്ല കുട്ടിയായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ആ എഴുത്തിന് ഇരുത്തുന്ന സമയത്ത് ഇങ്ങനെ നാവിലൊക്കെ ഓം എന്നൊക്കെ എഴുതണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആ സ്വാമി എത്ര നോക്കിയിട്ട് ഇവൻ വായ തുറക്കുന്നില്ല. ചേട്ടനെ നോക്കി, ഇവൻ വായ തുറക്കില്ല എന്ന് പറഞ്ഞാൽ പല്ല് വെച്ച് കൂട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണെങ്കിൽ എഴുതിപ്പിക്കാൻ നേരം ഓരോ അക്ഷരങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്താൽ പറയത്തില്ല എന്ന് പറഞ്ഞാൽ പറയത്തില്ലടാ എന്നുള്ള ഒരു മോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി എഴുത്തൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷെ കരഞ്ഞൊന്നുമില്ല കേട്ടോ കുഞ്ഞ്. കുറേ പിള്ളേർ കരയുന്നുണ്ടായിരുന്നു, കുറേ കുഞ്ഞി പിള്ളേരൊക്കെ കരയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കും അമ്മയ്ക്കൊക്കെ ആകെ ടെൻഷനായിരുന്നു, ഇനി ഇവൻ കരയുമോയെന്ന്. അപ്പോൾ അമ്മ ഇവനെ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തി. കാരണം ഓരോ കുഞ്ഞു പിള്ളേർ കരയുന്ന കാണുമ്പോൾ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ കരയാനുള്ള ടെൻഡൻസി വരുമല്ലോ. അപ്പോൾ അങ്ങനെ അവനെ മാറ്റി നിർത്തി. പക്ഷേ ഇവൻ നല്ല കുട്ടിയായിട്ട് ഇരുന്നു. വായ തുറക്കാനും പിന്നെ പറയുന്നത് തിരിച്ച് പറയാനും ഒക്കെയുള്ളൊരു ബുദ്ധിമുട്ട്. അതിനിപ്പോൾ ചെറിയ കുഞ്ഞായതുകൊണ്ടായിരിക്കും. പക്ഷേ അതിന് ശേഷം പുറത്ത് എഴുതിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ ഈ പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ പുള്ളി.